നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനുമെതിരെ കേസെടുത്ത് ജയിലിലാക്കപ്പെടുകയും ചെയ്ത സംഭവത്തിൽ കേരള BJP നേതൃത്വം എടുത്ത നിലപാടിനെതിരെ കടുത്ത രോഷവും പ്രതിഷേധവുമായി RSS രംഗത്ത് വന്നിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ എടുത്ത നിലപാട് RSSന്റെ നിലപാടുമായി ഒത്തുപോകുന്നില്ല എന്ന സന്ദേശമാണ് RSS നേതൃത്വം നൽകുന്നത്. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കനത്ത സമ്മർദ്ദം BJPയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര BJP നേതൃത്വത്തിനുമേൽ നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ RSS രംഗത്ത് വന്നിരിക്കുന്നത്. മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡിലെ നിയമമാണെന്നും ആ നിയമത്തെ ചോദ്യം ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ ആരാണെന്നും എന്തിനാണ് കേരളത്തിലെ BJP പ്രതിനിധികളെ ഛത്തീസ്ഗഡിലേക്ക് രാജീവ് ചന്ദ്രശേഖർ അയച്ചതെന്നുമാണ് RSS നേതൃത്വം ചോദിക്കുന്നത്. ഛത്തീസ്ഗഡിലെ നിയമം നടപ്പാക്കാൻ അവിടുത്തെ സംസ്ഥാന സർക്കാരിന് അറിയാം. മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനെ തടയുക എന്നത് സംഘപരിവാറിൻ്റെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും പ്രഖ്യാപിത നിലപാടാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൊന്നായ BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് അതിനെതിരെ നിലകൊള്ളുകയും കന്യാസ്ത്രീകളെ ജയിലിൽ നിന്നിറക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് തികച്ചും ഒരു RSS വിരുദ്ധ നിലപാടാണ്, RSS വിരുദ്ധ നടപടിയാണ് എന്നാണ് ഇപ്പോൾ RSS നേതൃത്വം പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇക്കാര്യത്തിൽ വളരെ വ്യാപകമായ അസംതൃപ്തി സംഘപരിവാർ നേതൃത്വത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹിന്ദു ഐക്യവേദിയുടെ VK ബാബുവും ശശികലയും അടക്കമുള്ള ആളുകൾ അതിശക്തമായ വിമർശനങ്ങൾ സംഘടനയ്ക്കുള്ളിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർത്തുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അതൊന്നും ഗൗനിക്കാതെ ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയെയും ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞുവിടുകയും BJPയുടെ മറ്റൊരു സംഘത്തെ അങ്ങോട്ട് അയച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കനത്ത സമ്മർദ്ദം ചെലുത്തി കന്യാസ്ത്രീകളെ ജയിലിൽ നിന്നും വിടുവിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് വിടുവിക്കാൻ BJPയുടെ നേതൃത്വം അല്ലെങ്കിൽ BJPയുടെ കേരള നേതാവ് തന്നെ ശ്രമിക്കുന്നതിനെതിരെ RSSൽ മുറുമുറുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. മതപരിവർത്തനം തടയുക എന്നുള്ളത് RSSന്റെ പ്രഖ്യാപിത നിലപാടാണ്. അതുകൊണ്ടാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്, നിയമമാക്കുന്നത്. അതിനെതിരെ ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനോ സഹിക്കാനോ കഴിയില്ലെന്നാണ് RSS നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ നിലപാട് കേരളത്തിലെ BJPയെ പിന്നോട്ടടിക്കുമെന്നും കേരളത്തിലെ BJPയും സംഘപരിവാറും ലക്ഷ്യം വയ്ക്കുന്ന ഹൈന്ദവ ഐക്യം അതിനെ തകർക്കുമെന്നുമാണ് RSS നേതൃത്വം പറയുന്നത്. ഏതായാലും കടുത്ത എതിർപ്പും രോഷവുമാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ RSS നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഉള്ളത്. കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അനാവശ്യമായ തിടുക്കവും താല്പര്യവും രാജീവ് ചന്ദ്രശേഖർ കാണിച്ചുവെന്നും അതിൻ്റെ ആവശ്യമില്ലെന്നും BJPയുടെ പ്രഖ്യാപിത നയങ്ങളുമായി ഒത്തുപോകാൻ പറ്റുമെങ്കിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലെന്നുമുള്ള നിലപാടാണ് അത്രേ RSS നേതൃത്വം എടുക്കുന്നത്. ഏതായാലും കന്യാസ്ത്രീകളെ പുറത്തിറക്കാനുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശ്രമങ്ങൾക്കെതിരെ RSS രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും കന്യാസ്ത്രീകളെ പുറത്താക്കാൻ പാടില്ല, BJP ഇക്കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. കാരണം ഛത്തീസ്ഗഡിലെ BJPക്ക് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടാണ് അവിടുത്തെ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതെന്നും അതിനെതിരെ BJPയുടെ മറ്റൊരു ഘടകം നിലനിർപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല, രാഷ്ട്രീയ ധാർമ്മികതയല്ല എന്നാണ് RSS നേതൃത്വം പറയുന്നത്.